അവളുടെ അമ്മയും അവളുടെ ബാഗും കൊണ്ട് പൊക്കോളാം രണ്ടാളും ഇടുന്നു. ഇനി ഇവിടെ കാണരുത് രണ്ടുപേരെ. ഈ ആക്രി സാധനങ്ങളും വാരിക്കെട്ടി രണ്ടാളിപ്പം ഇറങ്ങിപ്പോക്കോണം. അമ്മയും മോളും അവളുടെ ഒരു ഗർഭവും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇനി എങ്ങോട്ട് പോവും? ഈശ്വര, എല്ലാ സ്വപ്നങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നല്ലോ. അയ്യോ, അവളാ ആ ശ്യാമയെ എന്നെ ഒറ്റിക്കൊടുത്തേ. ഐശ്വര്യ തോൽക്കില്ല, ഒരിക്കലും തോൽക്കില്ല. ശ്യാമയും അവളുടെ കുഞ്ഞും. ഇനി എന്താ വേണ്ടെന്ന് ഈ ഐശ്വര്യക്കറിയാം. എന്റെ മോള് മിസ് കേരള അല്ലായിരുന്നോ? മിസ്സസ് ഇന്ത്യ ആകാൻ ട്രൈ ചെയ്തതാ. അപ്പൊ സൗന്ദര്യം നിലനിർത്താൻ ഇങ്ങനെ ചെയ്തു പോയതാ. അങ്ങനെയാ ഗർഭപാത്രം നീക്കം ചെയ്തത്, അല്ലാതെ ആരും ചതിക്കാനൊന്നുമല്ല. എന്താ നമ്മുടെ കുടുംബം ഇങ്ങനെ ആയിപ്പോയെ? എന്റെ അരുണ്, അവന്റെ ജീവിതം അതോർക്കുമ്പോ എനിക്ക് സഹിക്കാനാവുന്നില്ല. ഈശ്വരാ, അനന്തേട്ടാ, സത്യത്തില് നമ്മൾ അരുണിനോട് ഈ ചതി കാണിച്ച് ഒന്നും അറിഞ്ഞോണ്ടല്ലോ. അന്ന് അരുണിന് വേണ്ടി ഐശ്വര്യ ആലോചിക്കുമ്പോ എല്ലാവരും നല്ല കുട്ടിയാണെന്നല്ലേ പറഞ്ഞത്. എങ്ങനെ ഒരു ചതി ഐശ്വര്യ നമ്മളോട് ചെയ്യുന്ന ആരെങ്കിലും കരുതിയോ? എന്റെ അരുണിനെ, ഈ കുടുംബത്തെ ഇത്രയേറെ ദ്രോഹിച്ച ഇവളെയാണോ ഞാൻ സ്വന്തം മോളെ പോലെ സ്നേഹിച്ച? അതോർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. എന്നിട്ട് എന്തെല്ലാം അഭിനയ ഐശ്വര്യ ഇവിടെ കാണിച്ച്. അവളുടെ അഭിനയത്തിന് മുമ്പില് നമ്മളൊക്കെ വെറും വീട്ടികളായി. പാവശ്യാമ, എപ്പോഴും അവളെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുള്ള, ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളത്. അതിനെല്ലാം കൂടി ദൈവം തന്ന ശിക്ഷയാവൂ ഇത്. അനുഭവിക്കുക തന്നെ, അല്ലാതെ എന്ത് ചെയ്യാനാ? ശ്യാമയ്ക്ക് തക്ക സമയത്ത് ആ ബുദ്ധി തോന്നിയതാ ശരിക്കും ഭാഗ്യമായത്. അതാ ഐശ്വര്യ കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ഐശ്വര്യയുടെ മുന്നിൽ നമ്മളെന്നും വെട്ടികളായി കഴിഞ്ഞേനെ. ഇപ്പൊ സത്യം തെളിഞ്ഞല്ലോ, അത് ഭാഗ്യമായി. എന്തായാലും ഇനി അരുണിന്റെ ജീവിതമാണ് പ്രധാനം. അതിനു വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉടൻ ചെയ്യണം. സത്യത്തിൽ ഇപ്പൊ അരുണിന്റെ മുമ്പിൽ പോയി ചെന്ന് നിൽക്കാൻ പോലെ എനിക്ക് വിഷമം തോന്നുക. ഒന്നാലോചിച്ച ഞാനേ അവന്റെ ജീവിതം എങ്ങനെയാക്കി. വസു, ഐശ്വര്യ ഓരോന്ന് കാണിച്ചു കൂട്ടിയതിന് വസു അങ്ങനെയാ തെറ്റുകാരിയാവുന്നേ? ഐശ്വര്യയുടെ അഹങ്കാരങ്ങൾക്കെല്ലാം കൂട്ടുനിന്നത് ഞാനല്ലേ?
അപ്പൊ ശരിക്കും തെറ്റുകാരി ഞാനാ. ഏ അത് തനിക്ക് വെറുതെ തോന്നുന്ന. ഇതൊക്കെയാണ് ഐശ്വര്യയുടെ മനസ്സിലിരിപ്പെന്ന് താൻ അറിഞ്ഞോ? ഇല്ലല്ലോ. എന്നാലും എന്തോ എന്റെ അരുണിനോട് വലിയൊരു തെറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നുക. എന്തായാലും ഇത്രയൊക്കെ നടന്നു. ഇനി അരുണിന്റെ ജീവിതം നേരെയാവണം. അവനെന്നും സന്തോഷം ഉണ്ടാവണം. അതിനു വേണ്ടത് നമ്മളെല്ലാവരും കൂടെ ആലോചിച്ച് ചെയ്യണം. അത് മതി. അല്ലാതെ നടന്നതോർത്ത് വെറുതെ വിഷമിച്ചിട്ട് കാര്യമില്ല. വസു, താൻ മുഖം ഒന്ന് കഴുകി ഫ്രഷാ. കഴിഞ്ഞത് കഴിഞ്ഞു. വസു പറഞ്ഞത് കേട്ടില്ലേ? അനന്തേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ കേക്കോ? എന്താ പറയ്. അത് നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും നല്ലത് വരാൻ ഞാൻ ചില കാര്യങ്ങൾ ആലോചിച്ചു വെച്ചിരിക്കുക. എന്താ അത്? കേക്കട്ടെ. പറയാം. കേട്ടിട്ട് അത് ശരിയാണെന്ന് ആനന്ദേട്ടനും തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം ഉടനെ നടത്തണം. എന്താ കാര്യം? ആദ്യം അത് കേക്കട്ടെ. അത് എന്തോടി ഇങ്ങനെ നടക്കുന്നേ? എന്താ നിനക്ക് പറ്റിയേ? ഇത് എന്തൊരു ഡേർട്ടി പ്ലേസാ. എങ്ങനെ ഇവിടെ നടക്കുന്നേ? വാടക വീടാകുമ്പോഴേ ഇങ്ങനെയൊക്കെ ഇരിക്കും, അല്ലാതെ എന്ത് ചെയ്യാനാ? ഇത് എന്തൊരു വീടാ മമ്മി? ക്യാഷ് അല്ലേ നമ്മൾ എണ്ണി കൊടുക്കുന്നേ? ഇവിടെയൊക്കെ കണ്ടോ എന്ത് വൃത്തിയേടാ. കയ്യിലുള്ള പൈസക്കുള്ള വീടേ കിട്ടൂ. ഈ വീട് എടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുള്ളൂ. അപ്പൊ ഉള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം, അത്ര തന്നെ. എന്ന് പറഞ്ഞാ പറ്റുമോ? ഇവിടെ ഒരു നിമിഷം എനിക്ക് പറ്റില്ല. അകത്തെ ആ ബെഡ് ഓർക്കാനേ വയ്യ. ഞാൻ അതിലൊന്നും കിടക്കില്ല. എങ്കിൽ പിന്നെ നീ ക്യാഷ് എടുക്ക്, നമുക്ക് നല്ല പോഷായിട്ടൊരു വീട് എടുക്കാം. അതിന് എന്റെ കയ്യിൽ എവിടെയാ ക്യാഷ്? അതല്ല ഞാൻ ആ ടെക്നീഷ്യന് കൊടുത്തില്ലേ? ഇനി കൂടിയ 500 രൂപ അതാ എന്റെ അക്കൗണ്ടിലുള്ളത്. അതാ പറഞ്ഞത്. അപ്പൊ ഈ വീടേ പറ്റൂ. മമ്മി അത് പറ്റില്ല. ഇവിടെ AC ഉണ്ടോ? ഉള്ള ഫാൻ തന്നെ ശരിക്ക് കറങ്ങുന്നില്ല. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ മോളെ, ഞാൻ ആകെ പെട്ടു നിൽക്കുക. ചുറ്റിലും കടക്കാരാണെങ്കിൽ എന്നെ തിരക്കി നടക്കുക. അവരെ ഒളിച്ച ഞാൻ കുറെ കാലം നിന്നോടൊപ്പം അവിടെ വന്ന് താമസിച്ചത്. ഇനി ഇവിടെ താമസിക്കുന്നെങ്കിൽ എങ്ങനെയെങ്കിലും കടക്കാരും മണം തറിയും. എന്നാ പിന്നെ ഇവിടെ പ്രശ്നോ? ഇത്ര പ്രോബ്ലം ഉണ്ടായിട്ടാണോ മമ്മി ഈ ജാടയൊക്കെ കാണിച്ചത്? മറ്റുള്ളവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണ്ടേ മോളെ? അല്ലെങ്കിൽ തന്നെ നിന്റെ മമ്മിയല്ലേ. അപ്പൊ പിന്നെ ആനന്ദ നിലയത്തിൽ ആരുടെ മുമ്പിൽ ഒരു കുറവ് വരുത്തരുതല്ലോ. അതാ മമ്മിയുടെ ആ വരവാ എല്ലാത്തിനും കാരണം. ഇപ്പൊ ഞാനായോ എല്ലാത്തിനും തെറ്റുകാരി? മമ്മിയുടെ ആ ഇഷ്ടിക നിറച്ച പെട്ടിയും മമ്മിയുടെ ജാടയും അതാ ആദ്യം എനിക്ക് തിരിച്ചടി കിട്ടിയത്. ആ ശ്യാമയ്ക്കേ അതിബുദ്ധിയാ. അവക്കപ്പോഴേ സംശയം തോന്നി കാണും, അത് ഉറപ്പാ. അതാ ഒടുവിൽ അവള് നമ്മുടെ എല്ലാ കള്ളവും പൊളിച്ചടിക്കിയത്. അതാ ഞാൻ പറഞ്ഞേ എല്ലാത്തിനും കാരണം മമ്മിയാണെന്ന്. ദേ ഐശ്വര്യ, നീ കാണിച്ച ബുദ്ധിമോശത്തിന് എന്നെ വെറുതെ കുറ്റം പറയല്ലേ. ഞാൻ എന്ത് ബുദ്ധിമോശം കാണിച്ചെന്നാ മമ്മി പറയുന്നേ? നീ കാണിച്ചത് മുഴുവൻ മണ്ടത്തരോ. അതാ ശ്യാമ കൈയുടെ എല്ലാം പൊക്കിയത്. എനിക്കെന്താ ഒട്ടും ബുദ്ധിയില്ലെന്നാണോ മമ്മി പറയുന്നേ? അതെ, ഞാനേ മിസ് കേരളയാ. മണ്ടിയായി നിന്നെ മിസ് കേരളയാക്കി എടുത്തതേ എന്റെ കഴിവാ, എന്റെ പണവാ, എന്റെ ബുദ്ധിയാ. മമ്മി അതേടി, നീ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് എന്റെ കഴിവാ. അപ്പൊ എനിക്ക് ബുദ്ധിയില്ല? ഇല്ല, നീ ശരിക്കും മന്ദബുദ്ധിയാ. ആ ശ്യാമയുടെ മുമ്പിൽ നീ ഒന്നുമല്ല. മമ്മി അതെ, നീ മണ്ടിയാ, മരക്കഴുതയടി. മണ്ടിയാണല്ലേ? ആ, ഞാൻ മണ്ടിയാണല്ലേ? അതേടി, നീ മണ്ടിയാ, വെറും മണ്ടി, മരക്കഴുത. ഇവിടെ എല്ലാം ഞാൻ തകർക്കും. ദേ, ഇതൊക്കെ എറിഞ്ഞു പൊട്ടിച്ചാലേ കഴിക്കാനൊന്നുമില്ല, അറിയാലോ. എന്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ. എങ്ങനെ കഴിഞ്ഞതാ ഞാൻ? ഇപ്പൊ ഈ കുപ്പക്കുഴിയില്. ഈശ്വര, എന്നെ ആര് രക്ഷിക്കാനാ? മിസ് കേരളയായിരുന്നു ഞാനിപ്പോ. എന്റെ ഗതി ഭഗവാനെ.
മോളെ നിന്റെ പോയത് ഈശ്വര, ഇപ്പോഴേ ഇങ്ങനെ. ഇനി കയ്യിലുള്ള രൂപയും കൂടി തീർന്ന പട്ടിണിയാ. ഇവളെ ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്റെ ഭഗവാനെ? അയ്യോ. മോളെ ശ്രീകുട്ടി, അരുണങ്കിൾ, മോളെ അങ്കിളെ. ശ്രീകുട്ടി, എത്ര നാളായി മോളെ കണ്ടിട്ട്? മോള് സുഖമായിരിക്കുന്നോ? ആ സുഖ. അങ്കിളിന് സുഖാണോ? സുഖാ മോളെ. അമ്മേ കണ്ടോ? അങ്കിൾ എന്നെ കാണാൻ വന്നു. അമ്മ അകത്തുണ്ട്. ഇതെല്ലാം നോക്കിയമ്മേ. ഇതൊക്കെ എനിക്ക് വാങ്ങിക്കൊണ്ടു വന്നതാ. അതെ, ഇതെല്ലാം മോൾക്കാ. മോള് ഇതെല്ലാം അകത്തോണ്ട് വെക്കേ. വെക്കാം. മുത്തശ്ശി എന്താ അങ്കിളിനെ വഴക്ക് പറയാൻ വന്നതാ? അരുണങ്കിളൂടെ വരുന്നത് എനിക്കിഷ്ടാ. ഇനി എന്റെ അരുണങ്കിളിനെ ആരും വഴക്ക് പറയാൻ ഞാൻ സമ്മതിക്കില്ല. അരുണങ്കിളിനെ എന്റെ അമ്മയ്ക്ക് ഇഷ്ടമാ. മുത്തശ്ശി വഴക്ക് പറയുന്നുണ്ടാ അമ്മ വിഷമിച്ച് നിൽക്കുന്നേ. അങ്കിളെ, അങ്കിൾ ഇവിടെ ഇരിക്കെ. ആരും ഒന്നും പറയില്ല. ഞാനല്ലേ പറയുന്നേ. അമ്മേ, അമ്മയുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇതെല്ലാം ഞാൻ മനഃപൂർവ്വം ചെയ്തതാണോ അമ്മേ? എല്ലാം യാദൃച്ഛികമായി സംഭവിച്ചു പോയതാ. അതെല്ലാം അമ്മയ്ക്കും അറിവുള്ളതല്ലേ? ഇവിടുത്തെ ബുദ്ധിമുട്ടൊക്കെ ഞാൻ കുറച്ച് മുന്നേ മനസ്സിലാക്കേണ്ടതായിരുന്നു. അതൊക്കെ എൻ്റെ തെറ്റാ. അമ്മേ, അമ്മ ഈ ക്യാഷ് വാങ്ങണം. അമ്മയുടെ സ്വന്തം മകൻ തരുന്നു എന്ന് കരുതിയാൽ മതി. അയ്യോ, അമ്മേ, ഇതെന്റെ മകളുടെ കാര്യങ്ങൾക്കാ. അതിനു വേണ്ടത് ചെയ്യാനുള്ള അവകാശം അതെനിക്കുണ്ടെന്ന് എന്റെ വിശ്വാസം. പിന്നെ അബിക്കും അമ്മയ്ക്കും ഇവിടെ ഒരുപാട് ആവശ്യങ്ങളില്ലേ? ഇത് വെച്ചോളൂ അമ്മേ. അല്ല, അത് അമ്മേ, ഇതൊരു ഔദാര്യമായിട്ടൊന്നും അമ്മ കാണണ്ട. ശരിക്കും ഇതെന്റെ ഒരു ചുമതലയാ. അമ്മ അങ്ങനെ കണ്ടാ മതി. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, സ്വന്തം മോൻ തരികയാണെന്ന് കരുതി അമ്മ ഈ കാശ് വാങ്ങണം. ഇനി ഇവിടെ എന്താവശ്യമുണ്ടെങ്കിലും അമ്മ മറ്റാരോടും ചോദിക്കരുത്. മോളെ കൊണ്ടായാലും എന്നെ അമ്മ ഒന്ന് വിളിപ്പിച്ചാൽ മതി. അറിയാതെ ആണെങ്കിൽ പോലും ഞാൻ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം. മോനെ, അപ്പോഴത്തെ വിഷമം കൊണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു പോയതാ.
എനിക്കാകെ എന്റെ അശ്വതിയും ശ്രീകുട്ടിയും ഉള്ളേ. എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്തപ്പോ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു. സാരമില്ലമ്മേ, എനിക്ക് അമ്മയുടെ മനസ്സ് മനസ്സിലാവും. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. അഭിയെയും ശ്രീകുട്ടിയും എൻ്റെ ഒപ്പം എന്നാ കൊണ്ടുപോകുന്ന അമ്മ ചോദിച്ചില്ലേ? അത് മോനെ, അതിന് ഇനി വലിയ താമസം ഉണ്ടാവില്ലമ്മേ. ഞാൻ അമ്മയ്ക്ക് ഉറപ്പ് തരാം. ചെറിയ ചില തടസ്സങ്ങള് അതൊന്നും സാരമില്ല. അതെല്ലാം ഞാൻ തീർക്കുമേ. ഉടനെ തന്നെ ഇവരുടെ കാര്യത്തില് ഒരു പരിഹാരം ഉണ്ടാവും. അത് തീർച്ച. നമ്മൾ സ്നേഹിക്കുന്ന, തിരിച്ച് നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാ ജീവിതത്തില് നമുക്കൊപ്പം ഉണ്ടാവേണ്ടത്. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞമ്മേ. മോളെ ചേക്കുട്ടി, അമ്മ, ഇതുവരെ അമ്മയൊന്നും കഴിച്ചില്ലല്ലോ. അമൃതടുത്തി അമ്മ എത്ര തവണ വന്ന് വിളിച്ചു. അമ്മ എന്താ വരാത്തെ? എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞാ പറ്റുമേ? എന്തേലും ഒന്ന് കഴിക്കണ്ടേ? ഒന്നും വേണോന്ന് തോന്നില്ല. ഇപ്പോ ജീവിതം തന്നെ വെറുത്ത പോലെ. ഐശ്വര്യ എന്റെ അരുണിനോട്, ഈ കുടുംബത്തോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മയൊക്കെ ശരിയാ. നടന്നതൊന്നും നമ്മൾ ആരും സ്വപ്നത്തെ പോലും വിചാരിച്ചതല്ല. പക്ഷെ അതെല്ലാം കഴിഞ്ഞില്ലേ? ഇനി എപ്പോഴും അമ്മ ഇങ്ങനെ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന പറ്റുമോ? അറിയാം, കഴിഞ്ഞതൊന്നും ആലോചിച്ചിട്ട് ഇനി കാര്യമില്ലെന്നറിയാം. എന്നാലും എന്തോ എന്റെ മനസ്സിന് ഈ സംഭവം വല്ലാതെ ഒലച്ചു കളഞ്ഞു. എന്റെ അക്കിയുടെ അരുണിന്റെ പൊന്നോമന കുഞ്ഞുങ്ങള് ഈ വീട്ടിൽ പിച്ചവെച്ച് നടക്കുന്നത് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടുപോയി. അവരുടെ കൊഞ്ചലും ചിരിയും കളിയും പിണക്കവും പിണക്കവും, മുത്തശ്ശി എന്നുള്ള മണി കിലുങ്ങുന്ന പോലുള്ള വിളിയും പലതവണ എന്റെ മനസ്സിൽ ഇങ്ങനെ കേട്ട് ഞാൻ സന്തോഷിച്ചു. ഈ വിട്ടിയായ മുത്തശ്ശി ആ പൊന്നോമനകളെ പാടിയുറക്കാൻ തൊട്ടിലിന് പോലും ഏർപ്പാട് ചെയ്തു. ഒടുവിൽ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർത്തുകൊണ്ട് ആ ഐശ്വര്യ അവള് സൗന്ദര്യം സംരക്ഷിക്കാൻ സ്വന്തം മാതൃത്വത്തെ ബലി കൊടുത്തവൾ അവള്. ഇത്രയും ദുഷ്ട മനസ്സുള്ള അവൾക്കല്ലാതെ ആർക്കാ, ഏത് സ്ത്രീക്കാ സ്വന്തം ഗർഭപാത്രം ഇങ്ങനെ ഇത്ര ലാഘവത്തോടെ നശിപ്പിച്ചു കളയാൻ പറ്റുക? സത്യത്തിൽ അവളൊരു സ്ത്രീയാണ്.
സ്വന്തം ഗർഭപാത്രത്തിന്റെ ഒരു അമ്മയുടെ വില അറിയാത്തോണ്ടല്ലേ എന്റെ മോളുടെ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അത്ര ക്രൂരായിട്ട് അവള് നശിപ്പിക്കാൻ നോക്കി. ഐശ്വര്യെ പോലൊരു ദുഷ്ടയ്ക്കല്ലാതെ ആർക്കാ ഒരു കുഞ്ഞിനെ നശിപ്പിക്കാൻ വിഷം തരാനാവുക?